ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി കണ്ടിട്ട് പോവാം. നമ്മളെ ഹീറോ ആറും സിംഗിൾ ഡാഡ് സിഒ ഹീറോ കമ്പനിയിലെല്ലാം ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി റോസി എന്നെ ഹീറോയിനെ വിളിച്ചായിരുന്നു. ഹീറോയിൻ്റെ പേര് റോസിയാണ്. റോസ് എന്ത് പറ്റി റോസി എന്ന് ചോദിച്ചു. ഇല്ലടി ഇല്ലടി ബോസ് ഇവിടെ പോയി ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഹീറോയിൻ ആറമിൻ്റെ സെക്രട്ടറിയാണ്. റോസ് ഭയങ്കര തേടായിരുന്നു. അയ്യോ സാറും ബുക്ക് ഇങ്ങനെ വേറെ വയ്യില്ലേ സാർക്ക് എന്നിട്ട് മിയ വന്നു. റോസ് നീ എന്താടി തേടുന്നത്? ഇല്ലടി ബോസ്ക്ക് ഇടല്ല, ബോസിൻ്റെ ബുക്ക് ലൈബ്രറി ആണ്. ബോസ് ഇവിടുന്ന് ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞതാ. ഇല്ലേ നീ മാടിനെ കൊണ്ടുവന്നതാ? അതടി മാടിലുള്ളത് പറഞ്ഞത്, ഇവിടുന്ന് ആ ബുക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതാ. കാണുന്നില്ല മച്ചി. ഞാനായിട്ട് ഫ്രണ്ടിനോട് പറയായിരുന്നു. മിയ പറഞ്ഞു ശരിടി ഞാൻ താഴെ പോവാ. ഇല്ല ബോസ് കണ്ടവിടെ പറയും. ശരി ഓക്കെ എന്ന് റോസി പറഞ്ഞതുകൊണ്ട് മിയ അവിടുന്ന് പോയി. ശരി ഏണ്ട് ഈ ബുക്ക് കിട്ടി. അത് ഹീറോ ആ ബുക്ക് എടുത്തോണ്ട് ഹീറോ ഈ ഫോട്ടോയിൽ കാണുന്ന മതി കോട്ട് ഷർട്ട് ഡ്രസ്സ് ഇട്ടത്, ആറും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടത്. അങ്ങനെ ഹീറോ ഈ ബുക്ക് എടുത്തോണ്ട് ആറമ്മിനെ മിച്ചയും ബുക്ക് എടുത്തോണ്ട് പോയി. ആറമ്മോട് വഴക്ക് പറഞ്ഞായി കോൾഡായി. ആറം ഒരു കോൾഡ് കോൾഡാണ് ആറം. ഭയങ്കര ആറം ടെൻഷൻ വഴക്ക് പറയാൻ തുടങ്ങി. ഇത് എന്താടാ ചെയ്തത്? സോറി സർ എന്നെ ഒരു ജാക്സൺ സാഡായിരുന്നു. ജാക്സന് ഭയങ്കര തെരി പറഞ്ഞായിരുന്നു. മറ്റേ ജോലി കറക്റ്റ് ചെയ്യുന്നില്ലടാ, നിൻ്റെ എത്ര പറഞ്ഞിട്ട് സോറി സാർ എന്ന് പറഞ്ഞു. ശരി. ജാക്സന് ടെൻഷനായിരുന്നു. അയ്യോ ഈ സാർ ഇങ്ങനെ വഴക്ക് പറയുകയാണല്ലേ. അതിനായിട്ട് ശരി ഇത് തെറ്റിപ്പോയി, അതുകൊണ്ട് സാറിന് സോറി സാർ. ശരിടാ നീ കറക്റ്റ് ചെയ്തു. അത് വഴക്ക് പറയണം. നല്ല സാറാ ജാക്സനക്ക്. ആറാമെന്ന് ഭയങ്കര പിടിക്കും. നല്ല സാറാണ്. എത്രയായാലും സാർ എന്തായാലും ഇങ്ങനെ തെറ്റിയാൽ ശരിയായ വേറെ കമ്പനി പോയാൽ ജാക്സൺ ചേട്ടനെ കുറിച്ച് ജലസാവും. എന്തുകൊണ്ട് പറഞ്ഞാൽ ആറമ്മ എത്ര പറഞ്ഞാൽ കറക്റ്റ് ജോബ് ചെയ്താൽ കറക്റ്റ് ഇതാക്കും. ജാക്സൻ്റെ ചേട്ടന് കമ്പനി ഭയങ്കര എന്തോ തെറ്റ് ചെയ്താൽ അത് വറുത്തിടും. വറുത്തിടും അവിടുത്തെ ഒരു കമ്പനി സിഒ. അങ്ങനെ ജാക്സനക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. സാറൊക്കെ വഴക്ക് പറഞ്ഞു. ശരിയാക്കിയിട്ട് വേറെ ആറാം പറഞ്ഞു കൊടുത്തായിരുന്നു. അങ്ങനെ ജാക്സൺ അത് ശരിയാക്കി വന്ന ആറാം കാട്ടി. അങ്ങനെ വെൽഡാൻ പോയി കറക്റ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ല? സോറി സാർ എൻ്റെ ഒരു ടെൻഷനിലുണ്ടായിരുന്നു. ശരി എന്ത് പക്ഷേ ഒരു ഫ്രണ്ട് ടൈപ്പാണ്. ആറും ചോദിച്ച കൊണ്ട് ജാക്സൺ നടന്ന കാര്യം പറഞ്ഞു. ശരിടാ ടെൻഷൻ ആക്കണ്ട. ജാക്സൺ പറഞ്ഞു. എന്താ ആറിൻ്റെ ഒരു കാര്യമില്ലെന്ന് ആറമ്മയോട് പറയായിരുന്നു. ജാക്സൺ ആറം ഒരേ ക്ലാസ്സാണ് പഠിച്ചു. അതും ആറമ്മിൻ്റെ ഫ്രണ്ടാണ് ജാക്സൺ വന്നിപ്പോൾ ഫ്രണ്ടായിട്ട് ആറം ഞാൻ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ NPO അല്ല, ജോലി ചെയ്യുന്ന ആളല്ല. എന്താ ആറം നിനക്ക് ടെൻഷനായി? ഇല്ലടാ ഒരു പ്രശ്നം. എന്ത് പറ്റി? മോൻ എന്ത് ചെയ്തു? നമുക്കൊരു മോനുണ്ടായിരുന്നു. എന്താടാ എന്ത് പ്രശ്നടാ? ഇല്ലടാ അമ്മ ചോദിക്കാം ഞാൻ എവിടെ നിന്നടാ അമ്മ കൊണ്ടുപോവാ? സാരില്ലടാ ടെൻഷനാക്കണേ. സെക്കൻഡ് മാരേജ് കഴിക്കാൻ പറഞ്ഞാൽ നിൻ്റെ അമ്മ പറയടാ എനിക്ക് കോൾ ചെയ്ത്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നിനക്ക് അറിയില്ലടാ എന്ന് ജാക്സനോട് പറഞ്ഞു. ജാക്സൺ ശരിടാ ടെൻഷൻ ആക്കണ്ട. ജാക്സൺ പറഞ്ഞു. ജാക്സൻ്റെ വീട്ടിൽ ഫോൺ വന്നു. അയ്യോ എൻ്റെ ഒരു അമ്മ. ജാക്സൺ എന്താടാ പറ്റി? ഇല്ലടാ വീട്ടിലെ എൻ്റെ വൈഫ് ടോർച്ചറിടാ. അങ്ങനെ ജാക്സൺ നടന്ന കാര്യം പറഞ്ഞു. ശരിടാ സാധനമില്ല എന്ന് ജാക്സനെ സമാധാനമാക്കാൻ തുടങ്ങിയായിരുന്നു. ആറാം സാരിടാണ്ട് അമ്മ പറഞ്ഞതല്ലേ സാറില്ലെന്ന് ജാക്സൺ ശരിയിടാമെന്ന്. അങ്ങനെ ജാക്സൺ വീട്ടിൽ പോയി. ജാക്സർക്ക് 2 കുട്ടികളാണ് ഉള്ളത്. ഫസ്റ്റ് ബോയ് ബേബി, നെക്സ്റ്റ് ഗേൾ ബേബി. ജാക്സൺ സമാധാനമാക്കാൻ തുടങ്ങി. കുറച്ച് ഡേയ്സ് പോയി. ആറമ്മക്ക് ഹീറോയുമല്ല ഒരു കാണുന്നുണ്ടായിരുന്നു. റോസി എന്ന റോസ് മൈ ബേബി എന്ന ആറാം മനസ്സിലിരിക്കുക. അതിനായിട്ട് ഹീറോയ്ക്ക് വീട്ടിലെ ലാലേജ് നോക്കാനും ഇങ്ങനെ ചെക്കൻ നോക്കായിരുന്നു. മാത്രമല്ല ഹീറോയിൻ്റെ അമ്മ പറഞ്ഞിരുന്നില്ല മാരേജ് ചെയ്യിപ്പിച്ചോളാം എന്ന് പറഞ്ഞത്. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് മാരേജാണ്. ആറാം വന്നിരുന്നു മാരേജൊക്കെ. അങ്ങനെയായിട്ട് മാരേജൊക്കെ ഹീറോയ്ക്ക് റോസ് മാരേജ് ഡേറ്റായിരുന്നു. അങ്ങനെ നോക്കും ചർച്ചക്ക്. ക്രിസ്ത്യൻ സൈസ് മാരേജാണ്. അതന്നെ റോസ് മിയ ചെക്കനെ കാണാനില്ല, വന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് അങ്ങനെയായിട്ട് ജാക്സൺ ഹീറോയി മാരേജ് കഴിക്കുമ്പോൾ ജോൺ വേറെ ആളെ മാരേജ് കഴിച്ചു. ഇതുകൊണ്ട് ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. ഇങ്ങനെ സാഡായിട്ട് എവിടെ പോകാൻ നോക്കി. ആറാം പിടിച്ചു. ആറാം പറയാൻ തുടങ്ങി നമ്മൾ 2 മാരേജ് കഴിക്കാം. ഓരോ റിംഗ് കൊണ്ടായിരുന്നു. ആറാംക്ക് ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്യാൻ ഇരിച്ചായിരുന്നു. അത് വെഡിങ് റിംഗ് ആയിരുന്നു. അത് ഹീറോയ്ക്ക് വേണ്ടി വെച്ചതായിരുന്നു. ഹീറോയ്ക്ക് വേണ്ടി വെഡിങ് റിംഗ് വെച്ചായിരുന്നു. ആറാം പറഞ്ഞു നമ്മൾ 2 മാരേജ് കഴിച്ചോളായിരുന്നു. അങ്ങനെ ഹീറോ ഷോക്കായിട്ട് നോക്കി. അങ്ങനെ ആറാം പറഞ്ഞു റിംഗ് ഇട്ടോന്ന്. അങ്ങനെ 2 പേർക്ക് മാരേജായി. അതിന് ഫാദർ കേസ് ചേർന്നു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് നടന്നു. ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഷോക്ക്. അതുമാത്രമല്ല ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഷോക്കാണ്. അങ്ങനെ പറഞ്ഞു. ആറാമ്മൻ്റെ വീട്ടിൽ ആറാമ്മക്ക് പറഞ്ഞ ആറാമ്മൻ്റെ മമ്മിക്ക് ഭയങ്കര ഹാപ്പിയാണ്.
ഡാഡിക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ആ ഫാമിലി കുറച്ച് നാൾ പറഞ്ഞ കൊണ്ട് ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയുടെ ഡാഡിക്കും മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. മാത്രമല്ല അവർ ബിസിനസ് പറഞ്ഞ അവർ ബിസിനസ് ചെയ്യുന്നത് ഇല്ല. അവരുടെ മോള് ഒരാളെ ലവ് ചെയ്ത്, മോന് ഒരാളെ ലവ് ചെയ്ത്, അതുകൊണ്ട് ബിസിനസ് കമ്പനിയിൽ ജോലി ചെയ്ത അങ്ങനെ MD പറഞ്ഞു സോറി സർ. അവിടുത്തെ കമ്പനി പറഞ്ഞു സോറി സർ, എല്ലാം എൻ്റെ മോൻ്റെത് അങ്ങനെയായിട്ട് പറഞ്ഞവർ. അങ്ങനെയായിട്ട് ഓൾറെഡി ചോദിച്ചത് കൊണ്ടായിരുന്നു. അവർ മുത്തശ്ശന് ആറമ്മൻ്റെ മുത്തശ്ശന് ഫ്രണ്ട്സ് അതുകൊണ്ട് ഓൾറെഡി കേട്ടായിരുന്നു. അതുകൊണ്ട് ആറാമത്തെ മുത്തശ്ശനല്ല, ഹീറോയിൻ്റെ മുത്തശ്ശനും പിന്നെ ഹീറോയിൻ മാരേജ് കഴിക്കും വന്ന മുത്തശ്ശൻ ഓൾറെഡി ഉറപ്പിച്ചതായിരുന്നു ഹീറോയിൻ അവർക്ക് എന്നത്. അവന് വേറെ പെണ്ണും മാരേജ് ചെയ്തുകൊണ്ട് അത് ക്യാൻസലായി. അങ്ങനെയായിട്ട് ആറാമൻ്റെ മുത്തശ്ശനും ഓൾറെഡി ഹീറോയിനും ഇത് ചോദിച്ചായിരുന്നു. അതുകൊണ്ട് അത് അവർക്ക് അറിയില്ലായിരുന്നു. അത് ആറമ്മക്കാണ് ഹീറോയിനെ ഉറപ്പിച്ചത്. അവർ പ്ലാൻ ചെയ്തിട്ട് അതെ ഹീറോയിൻ മാരേജ് കഴിക്കും വന്ന ആ ചെക്കൻ്റെ ഡാഡി പ്ലാൻ ചെയ്തിട്ട് ആ ഫയല് ചേഞ്ച് ആക്കിയായിരുന്നു. ഫയലിൽ ഹീറോയിന് അവർക്ക് മാരേജ് കഴിക്കുന്നത് അവർക്കറിയാം. ഓൾറെഡി ആറമ്മിൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തുകൊണ്ടായിരുന്നു ജോലി. ബിസിനസ് നല്ല ഉണ്ടായിരുന്നു. ഇതാണ് ചെയ്തത്. എന്നിട്ട് ആ ചെക്കനോട് പറഞ്ഞു. ആ ചെക്കൻ ഇങ്ങനെ സംസാരിക്കണേ, ആ ചെക്കനോട് പ്രായം വന്നു. അങ്ങനെ ആ ചെക്കനൊക്കെ അച്ഛനും തല്ലായിരുന്നു. ഇത് ആറാമിൻ്റെ അച്ഛനും ഹീറോയിൻ്റെ അച്ഛനൊക്കെ കേട്ടു, ഷോക്കായി. എന്താ എല്ലാം ഇവൻ ചെയ്തത്. അങ്ങനെ പോയിട്ട് ആറാമിൻ്റെ അച്ഛനും ഹീറോയുടെ ഡാഡി വന്ന് മറക്കായിരുന്നു. എല്ലാ കാരണം നിങ്ങൾ ചെയ്തത് അത് അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. അവർ പറഞ്ഞു ഓൾറെഡി അങ്ങനെയായിട്ട്. അപ്പോൾ ആറമ്മൊക്കെ ഉള്ള മാരേജാണ്. അങ്ങനെ അവർ കേട്ടായിരുന്നു. അതേ സോറി സാർ എന്ന് പറഞ്ഞു. ആറമ്മക്ക് ടെൻഷൻ, ആറമ്മൻ്റെ അച്ഛനൊക്കെ ടെൻഷനായിരുന്നു. അങ്ങനെ പോയേക്ക് അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പോയി. നിങ്ങൾക്ക് ഇനി ഞാൻ ബിസിനസ് ഹെൽപ്പ് ചെയ്യില്ല എന്ന് ആറമ്മ പറഞ്ഞായിരുന്നു. ആറമ്മൻ്റെ അച്ഛൻ പറഞ്ഞു, ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞാണ്. അതെ, ടോപ്പ് നമ്പർ 1 ബിസിനസ്മാൻ ആറമ്മൻ്റെ കമ്പനിയാണ്. സെക്കൻഡ് കമ്പനി പറഞ്ഞ ഹീറോയിൻ്റെ അവരുടെ ഫോർത്ത് കമ്പനിയാണ്. അതുകൊണ്ട് അവരുടെ ഫോർത്ത് അതെ 4ാമത്തെ വെറൈറ്റി. ഹീറോയ്ക്ക് ആറമ്മക്ക് മാരേജായി. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ആറമ്മക്ക് മാരേജ് ആയിരുന്നു. ആറമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു. ആറമ്മക്ക് ഒരു മേലെ ഹീറോയിൻ മേലെ കണ്ണുണ്ടായിരുന്നു. അതെ, ലവ് ചെയ്തായിരുന്നു. പിന്നെ ആറമ്മക്ക് മാരേജ് പറഞ്ഞ അറേഞ്ച് മാരേജാണ്. ആറമ്മക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക്